അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹല്ലത്തിന് നേതൃത്വം നൽകുന്ന ഖത്തീബ് ഉസ്താദന്മാർക്ക് ഹക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പല മഹല്ലുകളും. കാരണം സത്യം, ആ നാട്ടിൽ എന്തെങ്കിലും അനാചാരം നടക്കുമ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ തീർച്ചയായും അതിൽ ആ ആ ചെയ്യുന്ന അനാചാരം ഒന്ന് കമ്മിറ്റിക്കാരുടെ അറിവോട് കൂടി, അല്ലെങ്കിൽ കമ്മിറ്റിക്കാരൻ്റെ ആരെങ്കിലും പ്രധാന അംഗങ്ങൾ അനാചാരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉസ്താദിൻ്റെ ജുമാ പ്രഭാഷണം ആ രീതിയിൽ മാറിയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അതിനെ ചൊല്ലി പിന്നെ ആ നാട്ടിൽ ഫിത്ന ഉണ്ടാകും. ആ ഒറ്റ കാരണം കൊണ്ട് ആ മഹല്ലത്ത് നിന്ന് ഉസ്താദ് വിടേണ്ട ഒരു സാഹചര്യമാണ് പലയിടങ്ങളിലും നടക്കുന്നത്. എന്നാൽ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം, വർഷങ്ങളായി നടക്കുന്ന അനാചാരങ്ങൾ, കമ്മിറ്റിയോടുകൂടെ അറിവോടുകൂടി നടക്കുന്ന അനാചാരങ്ങൾ. ബഹുമാനപ്പെട്ട നിസാമുദ്ദീൻ അസ്ഹരിയാണ് ഇപ്പോൾ ഇവിടുത്തെ പുതിയ ഖത്തീബ്. അദ്ദേഹം ആ പള്ളിയിൽ കയറി, ഭീമാ പള്ളിയിൽ കയറി, അവിടെ വർഷങ്ങളായി നടക്കുന്ന ഈ ഒരു അനാചാരത്തെ തൻ്റെ ജുമാ പ്രഭാഷണത്തിൽ വളരെ ഗൗരവത്തോട് ശക്തിയോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഇത് അനാചാരമാണ്, ഇത് പാടില്ല, വർഷങ്ങളായി നടക്കുന്നതാണ്. ഈ ഒരു പ്രസംഗം കഴിഞ്ഞ ഉടനെ ആ ജമാഅത്ത് കമ്മിറ്റിക്കാരെടുത്ത ഒരു തീരുമാനം, പ്രിയപ്പെട്ടവർ, അദ്ദേഹത്തിൻ്റെ പ്രസംഗം നമുക്ക് ആദ്യം കേൾക്കണം. ജുമാ പ്രസംഗം, ജുമാക്ക് അദ്ദേഹം അവിടെ നടക്കുന്ന ഈ അനാചാരത്തെക്കുറിച്ച് പറഞ്ഞൊരു പ്രസംഗം. അവസാനം ആ കമ്മിറ്റിക്കാരെടുത്ത തീരുമാനത്തെക്കുറിച്ച് അയാൾ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗവുമുണ്ട്. പക്ഷേ അത് രണ്ടും നമുക്ക് കേൾക്കണം, എന്നിട്ട് നമുക്ക് വിഷയം അവതരിപ്പിക്കാം. വളരെ റാഹത്തായിരുന്നു. എന്റെ ജീവിതത്തിൽ വലിയ സന്തോഷമുള്ള ആദ്യ വർഷത്തിനാകുന്ന ദിവസം കൂടിയായിരുന്നു. ഈ ആകെ നമുക്ക് ഒന്നുകൂടി മാറ്റാൻ മാറ്റി പറ്റുള്ളൂ. കുളത്തിന്റെ പരിപാടി നിർബന്ധമായത് മാറ്റാം. ഞാനൊരു ചർച്ച ചെയ്തപ്പോൾ പരിപാലനം പറയുന്നത് ജനങ്ങളോട് കൂടി വിശാദം ചെയ്യണം. ആണ് ചോദിക്കണം. കാരണം നിങ്ങളിൽപ്പെട്ട ചില ആളുകൾ സമ്മതിക്കുന്നില്ല എന്നാണ്. കുടം ഒഴിവാക്കുന്നതിന് പരിപൂർണമായി സമ്മതമുള്ള കൈകൊടുത്തില്ല. നമ്മുടെ എത്ര പേരുണ്ട്? അത് കുറച്ച് പേർ പകുതി സമ്മതം കച്ചവടം ഒന്നുകൂടി കൈകൊടുത്തില്ല. കുടം പൂർണ്ണമായി ഒഴിവാക്കി ഈ പൂർണ്ണമായി സ്വീകരിക്കണം. ചിലർ മനസ്സിലാക്കുന്നത് എന്നോട് തന്നെ ചിലർ പങ്കുവെച്ചു, സാറേ മുസ്ലിങ്ങളായ ആളുകൾ ഒന്ന് കൊണ്ടെടുത്തോട്ടെ, ഈ കുടത്തിൽ എന്താ ഉള്ളത് ആദ്യം ചോദിക്കാം. എന്താണ് ചിലപ്പോൾ ചന്ദ്രൻ എടുത്തുണ്ടോ? ഉണ്ടോ? ഒന്നുമില്ല, വെള്ളം മോദിച്ചു. അതിനകത്ത് രണ്ട് രീതി അങ്ങോട്ട് കുടം വെച്ച് ഇതിലെ മൂടി കെട്ടി മാമൂടി കെട്ടിയിട്ട് അങ്ങനെ കൊടുത്തിട്ട് പള്ളി കൊണ്ട് താമസിക്കാം. ഏറ്റവും വലിയ തെറ്റല്ലേ സഹോദരൻ. നമുക്ക് അരി കിട്ടുന്ന വരുമാനം വേണ്ട. ഭീമാപ്പള്ളിക്ക് അങ്ങനെ ഒരു വരുമാനം നമുക്ക് വേണ്ട. അത് ഹറാമാണ്. അത് സംരക്ഷിക്കുക. അത് ഇഷ്ടമാണ്. ഞാൻ നിങ്ങൾ വളരെ സ്നേഹത്തിൽ പറയാം. നമുക്ക് ഇതിനേക്കാൾ വലിയ ഇഷ്ടമുണ്ടാവും. നിങ്ങൾ മമ്പുറത്ത് മടവൂരടക്കമുള്ള കേരളത്തിൽ തന്നെ പ്രസിദ്ധമായ മഹാബലിപുരങ്ങൾക്ക് എത്ര സാഹിത്യങ്ങൾ, സുലഹാകൾ, ഉലമാകൾ, പണ്ഡിതന്മാർ, ഈ സമസ്തയിലെ പണ്ഡിതന്മാരടക്കം, ദർശനിക പണ്ഡിതന്മാരടക്കം വളരെ റാഹത്തായി കൊണ്ട് സിയാറത്ത് ചെയ്യാം. നമ്മൾ ഒരിക്കലും അനാചാരങ്ങളിലേക്കും അവിശ്വാസങ്ങളിലേക്കും ഇറങ്ങിയിരിക്കരുത്. അതെങ്ങനെയോ നമ്മുടെ കയ്യിൽ കത്തിട്ടുള്ളൂ. അത് നമ്മൾ പാടേ ഒഴിവാക്കണം. കച്ചവടം വേണ്ട. ശക്തമായ ജുമായിക്കാൻ പറയുന്നത് ഇത് ഈ പിന്നെ 10 കൊല്ലം കഴിഞ്ഞിട്ട് പറയാൻ തന്നെ കൊണ്ടിരിക്കില്ല. ഉള്ള കാര്യം പറഞ്ഞത് നേരെ വാ. അതാണ് എന്റെ ഒരു സ്റ്റൈൽ. അള്ളാഹുള്ള സാഹിത്യങ്ങൾ മാറും. കാരണം ഇതിനെതിരെ ശക്തമായി നമ്മൾ പ്രതികരിക്കണം. ഇത് പറയാനാണ് സുന്നത്തമായത്. ഇത് സുന്നികളുടെ കയ്യിൽ നിങ്ങൾ ആരും കെട്ടിവെക്കാൻ ശ്രമിക്കട്ടെ. ആരും നിങ്ങൾ ആരും ഇതിന് ശബ്ദം കേൾക്കുന്നില്ല. ഈ സദസ്സിലിരിക്കുന്ന ഉസ്താദുമാരാകട്ടെ, ഇവിടെ ഈ മഹല്ലത്തിലുള്ള ആയിരക്കണക്കിന് ഉലമാക്കളാകട്ടെ, ആരുടെ ഫത്വയും നിങ്ങൾ നേടാം. സമസ്തയുടെ പണ്ഡിതന്മാരോട് നേടാം, ഉലമാക്കളോട് നേടാം. എല്ലാവരും ഈ വിഷയത്തിൽ ശക്തമായ എതിർപ്പാണ്. നിർബന്ധമായ ഒഴിവാക്കണം. അത് കമ്മിറ്റി അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിനെ പിന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരും വരുന്നത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത് പരസ്യമായിട്ട് എല്ലാവരും ഒക്കെ ആണെന്ന് കൈകൊടുത്ത് ചോദിച്ചത്. അള്ളാഹുള്ള സാന്നിധ്യം ചേർക്കട്ടെ. അത് ഒഴിവാക്കണം. അത് ഒഴിവാക്കിയിട്ട് മറ്റുള്ള പരിപാടികൾ നടത്തിയോ? ഖുർആൻ കൊണ്ടുവരും, ദിക്ർ കൊണ്ടുവരും, മൗലിദ് കൊണ്ടുവരും, റാത്തീബ് കൊണ്ടുവരും. അൽഹംദുലില്ലാഹ് അതൊക്കെ വളരെ സന്തോഷകരമായി കൊണ്ടുവരുമ്പോൾ ദീനിയായ ചിന്തയിൽ നമ്മൾ മുന്നേറണം. ഇതാണ് ഏറ്റവും വലിയ ഇസ്സത്ത്. ഇതിലൂടെ കിട്ടുന്നതാകുന്ന പണം നമുക്ക് ഹലാലല്ല. അത് മുസ്ലിങ്ങളൊക്കെ ചെയ്തോണ്ട് ഉസ്താദേ അത് പറ്റൂല. കണ്ണ് നമുക്ക് ഹറാമാണ്. ആണല്ലോ, ഹറാമാണ്. അത് മുസ്ലിമായ മനുഷ്യനെ വെച്ചു കൊടുക്കാൻ പറ്റുമല്ലോ? ഹറാമായി അയാളെ ജീവിക്കുക. അപ്പൊ അയാൾ ചെയ്തോട്ടെ, അയാൾ തന്നെ വെച്ചിട്ട് തവാഫിനോട്ട് കാബയ്ക്കല്ലേ തവാഫുള്ളത്, നമ്മുടെ പള്ളിയിൽ തവാഫുണ്ട്. ആരും ഒരാൾ ചെയ്യും വെച്ചു, ആരും ഒരാൾ പറഞ്ഞു വെച്ചു, അതില്ലാതെ ആരും ചെയ്യുന്ന ഉസ്താദേ നമ്മളെ നിൽക്കുന്നില്ല എന്ന് പറയുന്നില്ല. ആ കച്ചവടം ഇതിന്റെ പരിസരത്ത് പാടില്ല. അത് എല്ലാ കച്ചവടത്തിലും നാം വർഗ്ഗം ചെയ്യട്ടെ. ഇത് ഒഴിവാക്കണം നിർബന്ധമായി. അറിവില്ലാത്തതുകൊണ്ട് പലരും വളരെ റൈവലിയായി ചെയ്തുപോയിട്ടുണ്ട്. അതിനെ കുറ്റപ്പെടുത്തല്ല. ഇനി അത് ഒഴിവാണ്ടാവാം. അതിനെക്കുറിച്ച് അനൗൺസ്മെന്റാണ് ഇത് മാറ്റി നൽകുന്നത്. നിർബന്ധമായി അത് ശ്രദ്ധിക്കണം. എന്ത് വില കൊടുത്തു വെച്ചാൽ ആ വിഷയം നമ്മൾ പരിപൂർണ്ണമായി നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. ഈ ഒരു റൂൾസ് കഴിയുമ്പോൾ നമ്മൾ എല്ലാ അനാചാരങ്ങളും ഇതുവരെ നടന്നില്ല. ഒരു സിനിമ പാടില്ല. ഇപ്പോഴും ആളുകൾ പറയുന്നത്, പ്രകാരമാണെന്ന് പറയുന്നത്. അതുകൊണ്ട് ഭീമാവുമായുടെ പൊരുത്തം നമുക്ക് വേണോ, അവരുടെ മതം വേണോ, അവരുടെ കാവ് വേണോ, ഇത് പാടുന്ന മാർജനം ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇമാം എന്ന നിലയിൽ ഈ മിമ്പറിനോടും മെഹ്റാബിനോടും നീതി പുലർത്തിക്കൊണ്ടുള്ള വർത്തമാനമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. വളരെ സ്നേഹത്തിൽ പറയുകയാണ്. ഇത് എതിരില്ലാതെ നാളെ ദുനിയാവും ഇരിക്കും, ആഹ്റവും. ഇതിലൂടെ നിങ്ങൾ എന്തെങ്കിലും സമ്പാദിച്ച് പോക്കറ്റിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ഗുണം പിടിക്കില്ല. ഈ പൈസക്ക് കുളത്തിന്റെ പരിപാടി നടത്തിയിട്ടാണ് മുഴുകുന്നതെങ്കിൽ ഒരു ഗുണം ഉണ്ടാവില്ല. മക്കൾ സാധിക്കാവില്ല. അതുകൊണ്ട് എന്നോട് നിങ്ങൾ യാതൊരു വെറുപ്പ് വെച്ചിട്ടില്ല. നീ പറയാം ബാക്കിയുള്ള എല്ലാം. ഭീമാ പള്ളിയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു അനാചാരമാണ് വർഷങ്ങളായി. അതായത് ചന്ദനക്കുടം തലയിൽ ഇങ്ങനെ വെച്ച് പള്ളിക്ക് ചുറ്റും ഇങ്ങനെ കരങ്ങുന്ന ഒരു പതിവ് വർഷങ്ങളായി അവിടെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്.
നാം ഉംറയ്ക്ക് വേണ്ടി പോയാൽ കഅബക്ക് ചുറ്റു തവാഫ് ചെയ്യുമല്ലോ. അങ്ങനെ ആ ഒരു രീതിയിൽ അവരുടെ ഉദ്ദേശങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ചന്ദനം കുടം തലയിൽ വെച്ച് പള്ളിക്ക് ഇങ്ങനെ കറങ്ങുമ്പോൾ അവരുടെ ഉദ്ദേശം സഫലമാക്കും. അങ്ങനെ ഒരു കാര്യം അവിടെ വർഷങ്ങളായി ഇങ്ങനെ നടന്നുകൊണ്ട് വരികയാണ്. ഇങ്ങനൊരു അനാചാരം തീർച്ചയായും നാം ചില ഇടങ്ങളിലൊക്കെ ഉണ്ട് പണമുണ്ടാക്കാൻ വേണ്ടി ചില അനാചാരങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നാട്ടിൽ നടക്കുമ്പോൾ അതിനെതിരെ സംസാരിക്കാൻ പറ്റില്ല. കാരണം അതിനെതിരെ സംസാരിച്ചാലുണ്ടാകുന്ന ബുദ്ധിമുട്ട് ആ കിട്ടുന്ന ചെറിയ വരുമാനം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയം. അനാചാരം ചെയ്ത് കിട്ടുന്ന സമ്പത്തിൻ്റെ പ്രിയപ്പെട്ടവരെ അത് പള്ളിയിലേക്ക് ഉപയോഗിക്കുന്നത് ശരിയല്ല. അത്തരത്തിലുള്ള പണത്തിൻ്റെ ആവശ്യവും പള്ളിക്കില്ല. അള്ളാഹുവിൻ്റെ പള്ളിയല്ലേ, ആ പള്ളിക്ക് എന്തിനാണ് എൻ്റെ പ്രിയപ്പെട്ടവർ ഇത്തരത്തിലുള്ള ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പറഞ്ഞ് ഇല്ലാത്ത പലതും പറഞ്ഞ് ജനങ്ങളെ കൊണ്ടുണ്ടാക്കുന്ന ആ പണം അള്ളാഹുവിൻ്റെ പള്ളിക്ക് വേണ്ടി ജനങ്ങളെ വഞ്ചിച്ചു കൊണ്ടുള്ള ചിലയിടങ്ങളിൽ ഇത്തരത്തിലുള്ള അനാചാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതിനെതിരെ ഖത്തീബന്മാർ അവിടുത്തെ ജുമാ പ്രസംഗത്തിലോ എന്തെങ്കിലും സൂചിപ്പിച്ചാൽ പിന്നെ ഖത്തീബിനെതിരെ അവർ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കും. പിന്നെ ഒരു വിഭാഗം ഖത്തീബിൻ്റെ കൂടെയാണ് നിൽക്കുകയാണെങ്കിൽ അവർ പിന്നെ വേറെന്തെങ്കിലും ഒരു കാരണം പിടിച്ച് അവിടെ ഫിത്ന ഉണ്ടാക്കാനുള്ള സാഹചര്യമുണ്ടാവുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാ, വലിയ സന്തോഷം. ഉസ്താദ് പറയേണ്ടത് വളരെ കൃത്യമായി തന്നെ പറയേണ്ട രീതിയിൽ പറഞ്ഞു. ഇത് അനാചാരമാണ്. ചില മഹല്ലത്തൊക്കെ ഉണ്ട് എന്തെങ്കിലും അവിടെ നടക്കുന്ന ചില വിഷയങ്ങളെക്കുറിച്ച് അവിടെ ഇങ്ങനെ പറയുമ്പോഴേക്കും അവർ പറയൂ, എത്ര വർഷങ്ങളായി ഇങ്ങനെ പറയാൻ തുടങ്ങി, എത്ര വർഷങ്ങളായി നടത്തി വരുന്നു, എത്ര നിങ്ങളെക്കാൾ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ ഇവിടെ വന്ന് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, നിങ്ങളെന്താ ഇങ്ങനെ പറയുന്നത്, അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. നിങ്ങളെക്കാൾ വലിയ ആളല്ലേ മറ്റേ ആൾ, അയാൾ നിങ്ങളെക്കാളും വലിയ ആളല്ലേ എന്ന് പറഞ്ഞ് ആ ഒരു തിന്മയെ അവിടെ സ്ഥിരമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്. എന്തിനാ അത് സ്ഥിരമാക്കുന്നതിൻ്റെ ഉദ്ദേശം? ചെറിയ വരുമാനം അതിലൂടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഭീമാ പള്ളിയിൽ നടക്കുന്ന ഈ ചന്ദനക്കുടം ഇത് തീർച്ചയായും അനാചാരമാണ്, ഇത് പാടില്ല, ഇത് നിർത്തിവെക്കേണ്ടതാണ് എന്ന് ഗൗരവത്തോട് ഉസ്താദ് സംസാരിച്ചു. വിഷയം കഴിഞ്ഞു. അടുത്ത വെള്ളിയാഴ്ച ഉസ്താദിൻ്റെ വീടും പ്രസംഗമാണ്. ആ പ്രസംഗം എപ്പോഴത്തെ പോലത്തെ പ്രസംഗമല്ല, സന്തോഷകരമായ പ്രസംഗമാണ്. അതൊന്ന് കേട്ടു നോക്കുക. എല്ലാവരും കൂടി ശ്രദ്ധ ചെലുത്തി അത് ഒഴിവാക്കിയതായിട്ടാണ് അതായത് ഓർക്കുന്നില്ലേ കുടത്തിന്റെ പരിപാടി പരിപൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്ക് കബൂൽ ചെയ്തായിരിക്കില്ല. ഒരു കാര്യം നമ്മൾ ജമാഅത്ത് ആളുകളോട് പറയുമ്പോൾ അതിന് പൂർണ്ണമായി സഹകരണമാണ്. അത് നമുക്ക് ഇസ്സത്തിന് കാരണമാണ്. അൽഹംദുലില്ലാഹ് നമുക്ക് കബൂൽ ചെയ്തായിരിക്കട്ടെ. ഇനി ഇത് പറഞ്ഞ് നമ്മൾ ഇനി ആരും കളിയാക്കി രസിക്കാതെ സോഷ്യൽ മീഡിയയിൽ ആരും പൊതുവത് അത് പറയുമ്പോൾ തന്നെ പറയും ഇവിടെ അങ്ങനെയുള്ള ഒരു പരിപാടിയില്ല, അത് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഉണർത്തുകയും വേണം. അൽഹംദുലില്ലാഹ് അതിനുവേണ്ടി സഹകരിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും നമുക്ക് കബൂൽ ചെയ്തായിരിക്കട്ടെ. നമുക്ക് ഈ പ്രഭാഷണം അൽഹംദുലില്ലാഹ് വലിയ സന്തോഷത്തോടു കൂടിയാണ് ഉസ്താദ് പ്രസംഗിക്കുന്നത്. ഉസ്താദ് തൻ്റെ വിഷയത്തിൽ വർഷങ്ങളായി നടക്കുന്ന ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഇത് പാടില്ലെന്നും ഇത് അനാചാരമാണ് എന്നും വളരെ ശക്തമായി പ്രസംഗിച്ചപ്പോൾ ആ കമ്മിറ്റി ഭാരവാഹികൾ ഇയാൾ പുതുതായി വന്നിട്ട് എന്താണ് ഈ പറയുന്നത് എന്ന രീതിയിൽ പറയാതെ ഉസ്താദ് പറയുന്നതിൽ സത്യമുണ്ട് എന്ന കാര്യം മനസ്സിലാക്കി, ഉസ്താദ് പറയുന്നത് ദീനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കമ്മിറ്റിക്കാർ പുതിയൊരു തീരുമാനമെടുത്ത് അത്തരത്തിലുള്ള പരിപാടി തന്നെ ഇവിടെ പാടില്ല എന്ന്. കാരണം ഈ ചന്ദനക്കുട ഇത് നിർത്തിവെക്കണം എന്നുള്ള തീരുമാനത്തിൽ ജമാഅത്ത് കമ്മിറ്റിക്കാരെത്തി. വലിയ സന്തോഷമായി എൻ്റെ പ്രിയപ്പെട്ടവർ. ഇങ്ങനെ ആയിരിക്കണം ഉസ്താദന്മാർ ദീനിയായ കാര്യങ്ങൾ അവർക്കുള്ള ജുമാ പ്രഭാഷണങ്ങളിൽ വളരെ ശക്തമായി പറയുമ്പോഴേക്ക് അത് ഗൗരവത്തിലെടുത്തുകൊണ്ട് അതിനെതിരെ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കണം. അങ്ങനെ എടുക്കുമ്പോൾ വീണ്ടും ഉസ്താദന്മാർക്ക് നല്ല ദീനിയായ വിഷയങ്ങൾ പറയുമ്പോൾ, സത്യം ഹക്ക് പറയുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് പറയാനും ഒരു ആവേശമുണ്ടാകും. അവിടെ ദീനി ചൈതന്യങ്ങൾ വളർത്തിക്കൊണ്ടുവരാൻ ആ മഹല്ലത്തിനെ ഒരു ദീനിയായ കേന്ദ്രമാക്കാൻ ആ നാട്ടുകാർക്കും ആ മഹല്ലക്കാർക്കും സാധിക്കും. ചില മഹല്ലത്തെ കൊണ്ട് ദീനിയായ വിഷയങ്ങൾ പറയുന്നു എന്നല്ലാതെ അതവിടെ പ്രാക്ടിക്കലായി അവിടെ വരുന്നില്ല എന്നുള്ളതാണ് വലിയ ദുഃഖം. ഭീമാ പള്ളിയുടെ ജമാഅത്ത് കമ്മിറ്റിക്കാരെ എത്ര അഭിനന്ദിച്ചാൽ പ്രിയപ്പെട്ടവരെ മതിവല്ല. കാരണം അത്ര വലിയ സന്തോഷകരമായ തീരുമാനമായിരുന്നു. കാരണം അത് വർഷങ്ങളായി ഒരു കാര്യം നടന്നു കഴിയുമ്പോൾ അതിനോട് വലിയ മുഹബത്തിരിക്കും. അത് പെട്ടെന്ന് അനാചാരം എന്ന് പറയുമ്പോൾ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അങ്ങനെയുണ്ട്. എന്തെങ്കിലും കാര്യം പറയുമ്പോൾ മുമ്പുള്ള വലിയ വലിയ പണ്ഡിതന്മാർ അത് പറഞ്ഞില്ല, ആ രീതിയിലൊക്കെ സംസാരിക്കുന്നത്. അൽഹംദുലില്ലാഹ് ഇത് വളരെ ഗൗരവത്തോടെ ഇവരെടുക്കുകയും
അത് അനാചാരമാണെങ്കിൽ പാടില്ല എന്ന രീതിയിൽ തന്നെ തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതായിരിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജമാഅത്ത് കമ്മിറ്റിക്കാരൊക്കെ അൽഹംദുലില്ലാഹ് ഇത്തരത്തിലുള്ള മാതൃക സ്വീകരിക്കണം. ഇത് വലിയ സന്തോഷകരമാണ്. ഇത് അൽഹംദുലില്ലാഹ് ചില മഹല്ലത്തൊക്കെ അങ്ങനെയാണ്. എന്തെന്ന് പറഞ്ഞാൽ ഉസ്താദന്മാർക്ക് മാസം ശമ്പളം കൊടുക്കൽ, വന്തിക പിരിക്കൽ, ഇത് മാത്രമാണ്. ചർച്ചകളും അനാവശ്യമായ ചർച്ചകളാണ്. നാട്ടിൽ നല്ല നല്ല പുരോഗതികൾ ഉണ്ടാക്കൽ, അല്ലെങ്കിൽ ദീനിയായി ചെറുപ്പക്കാരെ പള്ളിയിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ ദീനിയായ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക, പാവങ്ങളെ സഹായിക്കുന്ന വിഷയത്തിൽ സജീവരാവുക, ഇങ്ങനൊന്നുമില്ല. ചില നാടുകളിൽ പാവങ്ങളെ സഹായിക്കുന്നതിൽ സജീവരാകുമ്പോൾ നന്മക്ക് കത്തിവെക്കുന്നവരൊക്കെയുണ്ട്. നന്മക്ക് കത്തിവെക്കുന്നവർ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ അറിയാം. രണ്ടാൽ ഒരു അബൂ ജഹലിനെ മുസ്ലിമാക്കണമെന്ന് പറയുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെയാണ് മുസ്ലിമാക്കിയത്. എന്തുകൊണ്ട്? ഉമർ റളിയല്ലാഹു അൻഹു കുടുംബം തകർത്തു എന്ന രീതിയിലൊക്കെയായിരുന്നു റസൂലിൻ്റെ ശത്രുവായത്. പക്ഷേ അബൂ ജഹൽക്ക് സത്യം അറിഞ്ഞിട്ട് പോലും നന്മക്ക് കത്തിവെച്ചിരുന്നു. അതുകൊണ്ട് അബൂ ജഹലിനെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെയാണ് നന്മക്കെതിരെ ആര് എൻ്റെ പ്രിയപ്പെട്ടവരെ തീരുമാനങ്ങൾ എടുക്കുന്നു, അത്തരക്കാർ ഒരിക്കലും അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അൽഹംദുലില്ലാഹ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ നമ്മുടെ മഹല്ലത്ത് വരണം. നമ്മുടെ മഹല്ലത്തിൻ്റെ ഉസ്താദന്മാരൊക്കെ ഇങ്ങനെ ദീനിയായ കാര്യങ്ങൾ പറയുമ്പോൾ അതിന് ഗൗരവത്തിൽ കാണണം. ഇപ്പോൾ പല മഹല്ലുകൾ നോക്ക്, അവിടുത്തെ ഉസ്താദന്മാർ വെള്ളിയാഴ്ച എന്തെങ്കിലും അത്യാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ അത് ഉസ്താദിൻ്റെ ഒരു ജോലിയാണ്. ഉസ്താദിൻ്റെ ഇത് ഡ്യൂട്ടിയുടെ ഭാഗത്തിൽപ്പെട്ടതാണ്, ജോലിയുടെ ഭാഗത്തിൽപ്പെട്ടതായതുകൊണ്ട് ഉസ്താദ് പറയുന്നു എന്ന രീതിയിൽ വളരെ നിസ്സാരമായി കാണുന്നവരുണ്ട്. അങ്ങനെ നിസ്സാരമായി കാണുമ്പോൾ അവിടെ ദീനിയായ പുരോഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. പറയുന്ന കാര്യങ്ങൾ ആയത്തും ഹദീസുമിലുള്ള വിഷയങ്ങളാണ് പറയുന്നത്. ഇത് ഗൗരവമുള്ള വിഷയമാണ് എന്ന് നാം അത് മനസ്സിലാക്കുകയും അത് നമ്മുടെ മഹല്ലത്ത് അത് കൊണ്ടുവരികയും നമ്മുടെ മഹല്ല് പ്രിയപ്പെട്ടവരെ നല്ലൊരു മഹല്ലായി കൊണ്ടുവരാൻ വേണ്ടി നാം ശ്രമിക്കണം. അതല്ലാതെ തന്നെ പുച്ഛമായി കണ്ടാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ നാടിന് തന്നെ അതൊരു കാരണം. പറയുന്നത് മുത്തായി ഹബീബാണ് പറഞ്ഞത്, വിശുദ്ധ ഖുർആനിലാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പറയുമ്പോൾ അത് ഗൗരവത്തിൽ, കാരണം അത് കേൾക്കാൻ പോലും ഇന്ന് ജനങ്ങളില്ലാത്തൊരവസ്ഥയാണ്. ഉസ്താദ് എഴുന്നേൽക്കുമ്പോൾ തന്നെ അറുപ്പും വെറുപ്പോട് കൂടിക്ക് ഇറങ്ങി പുറത്ത് എവിടെയെങ്കിലും പള്ളിയുടെ ചുറ്റുഭാഗത്തോ അല്ലെങ്കിൽ റോഡ് സൈഡിൽ ഇരുന്ന സമയം കളയുന്നവരൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാഹ് അങ്ങനെ ആകരുത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അഭിമാ പള്ളിക്കാരെടുത്ത തീരുമാനങ്ങൾ അൽഹംദുലില്ലാഹ് ഉസ്താദ് പറഞ്ഞ ആ പ്രസംഗത്തെ അവരതിനെ നിസാരമാക്കാതെ ഗൗരവത്തിലെടുക്കുകയും നല്ലൊരു തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാകണം. ഇങ്ങനെയുള്ള തീരുമാനങ്ങളുമൊക്കെ നമുക്ക് വലിയ മാതൃകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി